തീർന്നിട്ടുണ്ടെങ്കിൽ ഇപ്പഴേ എടുത്ത് കുത്തിക്കോ. കാരണം നല്ല ഒന്നാം തരം തെറിവിളികളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോണത്. മയിരെ ദാമ്പത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗികത മാത്രമല്ലടാ, കള്ള മയിരെ, കാട്ടുമയിരെ. പകൽപൂരം എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. പറിക്ക് വരെ സാനിറ്റൈസർ അടിച്ച് നടക്കണമെന്ന് പറയുന്നവനല്ലയോ നീ? ഞാൻ ആരോടും അങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും സാനിറ്റൈസർ അടിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ആര് പറയാൻ? ഇതൊക്കെ മനുഷ്യന്മാരോട് പറയാൻ പറ്റിയ കാര്യമാണ്. അത് തന്തയിലാഴിയാണ്. എന്തൊക്കെ പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എക്സാക്ട്ലി, അത് തന്തയിലാഴിയാണ്. അതായത് മറ്റുള്ളവന്റെ ലൈഫിലെ ഒരു പ്രശ്നത്തിന് സ്വന്തം കണ്ടതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഊമ്പുന്നത് തന്തയിലാഴിയാണ്. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. ആയിക്കോട്ടെ, സ്വന്തം പെങ്ങളെ പറ്റി അത് കണ്ടന്റ് ആണെങ്കിലും അത് റിയൽ ആയിട്ടാണെങ്കിലും ഇതൊക്കെ ഇവിടെ വന്ന് ഞങ്ങളോട് പറയേണ്ട കാര്യം എന്തുവാ മയിലേ? അത്രക്കായോ? എന്താ നാട്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഇവൻ എന്തൊക്കെ ഈ തെറി പറയുമ്പോഴത്തേക്കും ഇവൻ ഈ കാണിച്ചിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് ആദ്യം ബേസിക് ആയിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് അവൻ ഒന്ന് ചിന്തിക്കണം, അവനത് പറയാൻ എന്ത് യോഗ്യത ഉണ്ടെന്ന്. എന്നിട്ട് വേണം കണ്ടവരെ ഇങ്ങനെ മൈരെന്നും മറ്റേന്നും വിളിക്കാൻ. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. രണ്ട് തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. സ്വന്തം അമ്മയുടെ അടുത്ത് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടാത്തതിന്റെ അതുകൊണ്ടാണല്ലോ മൈര നീ ഇങ്ങനെ വന്ന് മൊബൈലും തൊലിച്ചു വെച്ചിരുന്ന് പറയുന്നേ. എടാ മയിരെ, ദാമ്പത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗികത മാത്രമല്ലടാ, കള്ള മയിരെ, കാട്ടുമയിരെ.